ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇസ്ത്രി പലകയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊച്ചു കുട്ടികൾക്കായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ലൈമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ സ്ലൈം 2018 അവസാനം അല്ലെങ്കിൽ 2019 കഴിഞ്ഞ വർഷമൊക്കെ ഇതിന് ശരിക്കും പറഞ്ഞാൽ പിള്ളേർ കുറേയൊക്കെ ഇതിനു വേണ്ടി വാശി പിടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ മേടിച്ച് കൊടുക്കാറില്ല. എങ്കിൽ പോലും ഇങ്ങനെ കുറേ വാശി പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഓക്കെ എങ്ങനെയാവട്ടെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ വീട്ടിൽ തന്നെ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഇതിലാണ് നിന്നത്. അപ്പോൾ എൻ്റെ മോളാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് കൂടുതൽ നല്ല പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടി എടുക്കരുത്. ഇപ്പോൾ ഒരു ഗ്ലൂ ഉണ്ട്, കണ്ടില്ലേ, ഒരു ഗ്ലൂ കാണിച്ചിട്ടുണ്ട്, ഗ്ലൂ എടുത്തിട്ടുണ്ട്. കുറച്ച് ആ സ്ലൈമിന് കുറച്ച് ഭംഗിയൊക്കെ നൽകാൻ വേണ്ടി ഗ്ലിറ്റേഴ്സും ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. പിന്നെ ചിലവരൊക്കെ എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് കിറ്റിലെ മീൻസ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ ബ്ലഷിൻ്റെയും ഐ ഷാഡോൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമുക്ക് ആക്ടിവേറ്ററായിട്ട് ഇതാക്കാനുള്ളത് നമ്മൾ കുറച്ച് ഇത് ക്ലിയർ ആയിട്ട് കാണുമെന്നറിയില്ല, എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം യൂസ് ചെയ്ത ക്ലാസ് നമ്മൾ വീട്ടിൽ കിച്ചണിൽ യൂസ് ചെയ്യണമൊന്നും കൂടുതൽ എടുക്കരുതേ. ഇതിൽ ആക്ടിവേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ബേക്കിംഗ് പൗഡറില്ലേ, ആ പൗഡർ എടുത്തിട്ട് അത് ഒരു 1-1.5 ടീസ്പൂണായിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ അലിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഗ്ലൂ ഉണ്ട്, ഗ്ലിറ്റർ ഉണ്ട്, പിന്നെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ഇതെടുത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എനിക്കും അറിയില്ല, ഞാൻ മോളിത് ചെയ്യുമ്പോൾ ഞാൻ നോക്കാറില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രവും എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പൂണിൻ്റെ ഒരു ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് വന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗ്ലൂ ഇടുകയാണ്. നമ്മൾ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ഗ്ലൂ. ഇനി ഞാൻ കുറച്ച് റെഡ് പെയിന്റ് എടുക്കാൻ പോവാ. പെയിൻ്റൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇത് എത്ര എടുത്തിട്ടുണ്ട്? ഇതിനു വേണ്ടി മേടിക്കാൻ വെക്കരുത്. നമ്മുടെ കയ്യിലുള്ള പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടാവും, പെയിൻറ്റിൻ്റെ കളക്ഷൻ ഉണ്ടാവും, ഗ്ലിറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. സ്ലൈം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ പുറമേ നിന്നൊക്കെ മേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്ത്രി പലവക ഒരു വീഡിയോ ഇറക്കിയതാണ്. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കഴിയാറേ, നല്ലോണം മിക്സ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞു. ഇതിങ്ങനെ ഞാൻ ചെയ്യാൻ പോകാം. നന്നായി ഇത് ഇളക്കുക കേട്ടോ. ഗ്ലൂവും ആ പെയിൻറ്റും കൂടി നന്നായി യോജിപ്പിച്ചിട്ട് ഇനി ഞാൻ ഗ്ലിറ്റർ ആഡ് ചെയ്യാൻ പോവാ. അപ്പോൾ റെഡിന് കുറച്ച് ഭംഗിയുള്ളത് സിൽവറും ഗോൾഡനും ഇത് ആഡ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ലാസ്റ്റും ആഡ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം ഒട്ടിക്കിടക്കും. ഇനി ഗ്ലിറ്റർ എല്ലാം സൈഡിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഇളക്കി കഴിഞ്ഞു. അപ്പോൾ ഗ്ലിറ്റേഴ്സും ഗ്ലൂവും പെയിൻറ്റും കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ബേക്കിംഗ് സോഡ ഒഴിക്കാൻ പോവാം. നമ്മൾ ആദ്യമേ തന്നെ ബേക്കിംഗ് സോഡ എടുത്ത് ഇത്തിരി വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയറായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകണം. കൂടുതൽ എടുക്കരുത്. നമ്മളിതിൽ കുറച്ച് ഒഴിച്ച് ആണ് ചെയ്യേണ്ടത്. കുറച്ച് ഒഴിക്കുക, പിന്നെ അത് ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ളത്ര അതൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കട്ടാകാതെ കുറച്ച് നമ്മൾ ആക്ടിവേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബേക്കിംഗ് സോഡയുടെ അത്. ഇത് ശരിക്കും ഓരോ ഗ്ലൂവിനനുസരിച്ചിട്ടാവണം. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് അതിൽ കുറച്ച് തരിതരിപ്പ് പോലെ ആവുന്നുണ്ട്. കണ്ടോ, അതിൽ ആവുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ സ്ട്രെയിനർ എടുത്തേക്കണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇറക്കി എടുക്കണം, വെള്ളം മുഴുവൻ സ്ലൈം ആയിന്ന് വരാൻ വേണ്ടിയിട്ട്. കണ്ട, ഈ തരിപ്പ് സാധനമാണ് ആ സ്ലൈം. അപ്പോൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സ്ലൈം. നിങ്ങൾ എത്ര ഗ്ലൂ എടുത്തേക്കണം അതുപോലെ തന്നെ വരും. അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു എംടി കപ്പിൽ ഇത് സ്ട്രെയിനറാണ്. ഇതിൽ ഞാൻ മുമ്പേ കുറച്ച് ഓട്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാവാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വെച്ചിട്ട് ഈ സ്ലൈമിൻ്റെ ഇതിലേക്ക് ഒഴിക്കാൻ പോവാം. ഇത് ചില ഗ്ലൂവിന് അങ്ങനെ ആവുള്ളൂ. അത് ഓരോ ഗ്ലൂവിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ഇതിലുള്ളത് കുറച്ച് ചെറിയ ഓട്ടയാണ്. അപ്പോൾ അത് വെള്ളം പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് വെള്ളം ഇത് സ്റ്റക്കായി കിടക്കാം കുറച്ച്. അപ്പോൾ ഞാനിതെൻ്റെ കൈ കൊണ്ട് എടുക്കാൻ പോവാം. എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കാണാനുണ്ട്, കണ്ടോ. ഇനി അതെന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, അത് ഈ ഇവിടെയുള്ള എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അത് വെള്ളം എല്ലാം പുറത്ത് വരും. ഇനി നമ്മളിത് കുറച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ സോഫ്റ്റ് ആവണ വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ നല്ലോണം ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇതാണ് സ്ലൈം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു സ്ലൈം ഉണ്ടായിരുന്നു. അതും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. ചെറുതാക്കണം കൂടുതൽ വലയുന്നില്ല, അത്രയും നല്ല സോഫ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.